അറഫ സംഗമത്തിനു ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ മുസ്ദലിഫയെ ലക്ഷ്യമാക്കി നീങ്ങിയ തീർത്ഥാടക ലക്ഷങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് 8 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലെത്തിയത്. മെട്രോ വഴിയുള്ള തീർത്ഥാടകരുടെ യാത്രയിൽ ചെറിയ തിരക്കൊഴിവാക്കിയാൽ മറ്റു പ്രയാസങ്ങൾ ഒന്നുമില്ലായിരുന്നു. അതേസമയം ബസ് മാർഗം മുസ്ദലിഫയിലേക്ക് തിരിച്ചവർ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടാണ് മുസ്ദലിഫയിലെത്തിയത്. ഇന്ന് ജംറത്തുൽ അഖബയിൽ കല്ലേറ് നടത്തുന്ന തീർത്ഥാടകർ ബലികർമ്മം നിർവഹിച്ച ശേഷം മുടിമുറിച്ച് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും. ശേഷം മസ്ജിദുൽ ഹറാമിലെത്തുന്ന തീർത്ഥാടകർ കാബ പ്രദക്ഷിണവും സഫ മർവ കുന്നുകൾക്കിടയിലെ സഅയും നടത്തും. ഇതോടെ ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാകും. തുടർന്നുള്ള അയ്യാമു തശ്രീഖിന് 3 ദിവസം മിനായിൽ താമസിക്കുന്ന ഹാജിമാർ ദിവസവും 3 ജംറകളിലും കല്ലേറ് നടത്തും. ഇതോടെ ഹജ്ജിന് സമാപനമാവും. മുസ്ദലിഫയിൽ നിന്നും കല്ലേറ് കർമ്മത്തിനായി തീർത്ഥാടകർ ഇന്നലെ അർദ്ധരാത്രി മുതൽ യാത്ര തുടങ്ങി. കാൽനടയായും മെട്രോ ട്രെയിനിലുമായാണ് തീർത്ഥാടകർ എത്തുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ജംറകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതിനാൽ ഹാജിമാർക്ക് കല്ലേറു കർമ്മം സുഖപ്രദമായി നിർവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. റബീഹ് മുഹമ്മദ്, മീഡിയ 1, മിന.